നമസ്കാരം, ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം കറണ്ട് ഫീലിങ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ റിലേഷനുമായി ബന്ധപ്പെട്ട് എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? ഈ റിലേഷൻഷിപ്പിൻ്റെ എനർജി. ഓക്കെ, ഇപ്പോൾ ഇഗ്നോറിങ് ആണ്. നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ ടൈം കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നാലും അവർ ഈ ഒരു നിമിഷം നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് തർക്കത്തിലേക്ക് കടന്നു പോകുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? ഓക്കെ, നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഫാമിലി തന്നെയാണ്. ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെന്ന് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു സമയം അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മാറിപ്പോകരുത് എന്നുള്ള ഒരു മെസ്സേജാണ് തരുന്നത്. ഇപ്പോൾ മാനസികമായിട്ടുള്ളൊരു സംഘർഷം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും സമാധാനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് ചെന്ന് ചേരാം. ഈ ഒരു സമയം നിങ്ങളിൽ നിന്ന് കുറച്ച് അകന്നു മാറി നിൽക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ അവരെ വിട്ടു പോകരുത്. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷനും എടുക്കുവാൻ സാധിക്കത്തില്ല. അതിന് അവരേതോ ഒരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഇപ്പം മാനസികമായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ചില ചിന്തകളിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നതെന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. റീയൂണിയനുള്ള സാധ്യത ഉണ്ടോ? ഈ റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, എന്ത് ഗൈഡൻസ് ആണ് പ്രപഞ്ചശക്തി ഈ ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട് നൽകുന്നത്? ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് തേർഡ് പാർട്ടി വരുത്തുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അതിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. നിങ്ങൾ സണ്ണിനെ പോലെ ശോഭിക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം യൂണിവേഴ്സ് ചോദിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് മൂണിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് വന്നു ചേരുന്നത്. 6ന്റെ നമ്പർ വന്നിട്ടുണ്ട്. തിരികെ നിങ്ങളിൽ തന്നെ വന്നു ചേരും എന്നുള്ള എനർജി കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ മറ്റുള്ള വ്യക്തികൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഒരുപാട് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളൊരു ഗൈഡൻസ് കൂടി പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട്.